ഒരുപക്ഷെ അത്ര ഫെമിലിയർ അല്ലാത്തൊരു വേർഡാണ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. സാധാരണ ഇതിൽ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണലായിട്ടും അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ടും ചെയ്യേണ്ട കേസുകളിൽ മാത്രമാണ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി അധികം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കോസ്റ്റ് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ആ ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അറിയായിരിക്കും. പക്ഷേ ആ അറിയുന്നത് നമ്മളൊരു മനക്കണക്കാണോ അതൊരു സയൻറ്റിഫിക് വേയിലാണോ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ. ഇപ്പോൾ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിനായിട്ടുള്ളൊരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് കോസ്റ്റ് കണ്ടുപിടിക്കുകയും കോസ്റ്റ് കൺട്രോൾ ചെയ്യും. കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. അപ്പോൾ ഈ ഒരു കാര്യം ടോപ്പ് മാനേജ്മെൻറ്റ് അറിഞ്ഞിരുന്നാൽ ആ കോസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, നമുക്ക് 5 രൂപ സെയിൽസ് കൂട്ടണം. സാറിന് അതിൽ പ്രോഫിറ്റ് കുറയുമ്പോൾ ഏറ്റവും ആദ്യം പറയാറുള്ളത് സെല്ലിംഗ് പ്രൈസ് കൂട്ടണം എന്നുള്ളതാണ്. എല്ലാ എൻറ്റിറ്റീസിലും ഒരു ഇതാണ്, നമുക്ക് 2 കൊല്ലമായി കൂട്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കൂട്ടണം, കോമ്പറ്റീറ്റർ പ്രൈസ് കൂടുതലാണ്, നമുക്ക് കൂട്ടണം എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരം നമുക്ക് കോസ്റ്റ് കുറച്ചാൽ എന്താ കുഴപ്പം, അപ്പോഴും അതേ പ്രോഫിറ്റ് തന്നെ കിട്ടില്ലേ. അപ്പോൾ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത് നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സെയിൽസ് പ്രൈസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ കണ്ടമാനം വാട്ട്സായിട്ട് റെസിസ്റ്റൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും, ഒത്തിരി റെസിസ്റ്റൻസ്. ഇതിലൊക്കെ എത്ര എളുപ്പമാണ് ഇൻറ്റേർണലി നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് നോക്കേണ്ടത്. നമുക്ക് കോസ്റ്റ് കൺട്രോൾ, നമ്മൾ ഒപ്റ്റിമം കോസ്റ്റിലാണോ പോകുന്നത്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും വഴികളുണ്ടോ, ഈ വഴികളുണ്ടോ എന്നുള്ളത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ വെറുതെ പോയാൽ നോക്കിയാൽ കിട്ടില്ലല്ലോ. അപ്പോൾ അത് സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ്, പ്രോപ്പർ റെക്കോർഡ്സ്, പ്രോപ്പർ ഫിഗേഴ്സ് ഇത്രയും വെച്ചിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനോ കോസ്റ്റ് കുറയ്ക്കാനുള്ള മെത്തേഡ്സ് ഉണ്ടാവും. ഇത് പല സ്ഥലങ്ങളിലും ധാരാളം സംഭവിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് പോസിബിൾ. നമ്മൾ അതിലേക്ക് നോക്കാത്ത എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ തന്നെ വി ആർ കംഫർട്ടബിൾ. നമ്മൾ എന്ത് കോസ്റ്റാണോ നമ്മുടെ ഇന്നെഫിഷ്യൻസിയുടെ കോസ്റ്റ് എല്ലാം കൂടെ കൂടിയിട്ടുള്ള കോസ്റ്റ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ്? അപ്പോൾ നമ്മുടെ ഇന്നെഫിഷ്യൻസി കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മാർജിൻസ് കൂടാം. അതേ പ്രൈസിൽ തന്നെ നമുക്ക് വിറ്റാലും സെയിം മാർജിനാണെങ്കിൽ പോലും പുതിയ ഏരിയയിലേക്ക് കയറാം. നമുക്ക് ബിസിനസ് നമ്മുടെ വോളിയം കൂട്ടാം. വോളിയം കൂടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഷെയർ കൂടും. പല ഇൻഡയറക്റ്റ് അഡ്വാൻറ്റേജസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് കൺട്രോളാണ് ഒരു വാട്ട്സാപ്പ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഉത്തരവാദിത്തം. ഇനി നമുക്കൊരു മാനുഫാക്ചറിങ് കമ്പനി എക്സാമ്പിളായിട്ട് എടുക്കാം. അത് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് വിൽക്കുകയാണ്. അതുപോലെ സർവീസ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ഇൻടാഞ്ചിബിൾ തിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതും രണ്ടും കമ്പയർ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി. ഇത് അവിടെ രണ്ടിടത്ത് ആപ്ലിക്കബിൾ ആണെങ്കിലും നമുക്കൊരു മാനുഫാക്ചറിങ് കമ്പനി ഒരു നമ്മളൊന്ന് ഇമാജിൻ ചെയ്തിട്ട് നമുക്കതിലേക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എങ്ങനെയാണ് ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എങ്ങനെ അറൈവ് ചെയ്യുന്നു? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഇത് അറൈവ് ചെയ്യുന്നതിന് മുമ്പ്, ആക്ച്വൽ കോസ്റ്റ് അറൈവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പണ്ടൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ബഡ്ജറ്റ് എന്ന പോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഡിഫൈൻ ചെയ്യണം. എന്തായിരിക്കും ഈ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് തിയററ്റിക്കലി എന്നുള്ളത് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു കോസ്റ്റ് ഷീറ്റ് വഴി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് പ്രോഡക്റ്റിൻ്റെ നിങ്ങൾക്കെല്ലാം അറിയാം, ബിൽ ഓഫ് മെറ്റീരിയൽസ് വെച്ചിട്ട് അത് ഫിക്സ്ഡ് ആണ്. അതിലേക്കുള്ള വാട്ട്സാറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ അതിൻ്റെ അകത്ത് കൂടുതലൊന്നുമില്ലല്ലോ. മെറ്റീരിയൽസ്, ലേബർ ആൻഡ് ഓവർ ഹെഡ്സ്, ഇത് മൂന്നും വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഡക്റ്റ് പുറത്ത് വരുമല്ലോ. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ വിലകൾ കണക്കാക്കുന്നു, എത്ര ലേബർ അവേഴ്സ് അതിൻ്റെ അകത്ത് വേണമെന്ന് പറയുന്നു, നമ്മുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എത്ര പോകണമെന്ന് പറയുന്നു, ഇൻക്ലൂഡിങ് പാക്കിംഗ് മെറ്റീരിയൽ, ലോജിസ്റ്റിക്സ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എത്താനുള്ള നമ്മുടെ കസ്റ്റമറുടെ അടുത്ത് എത്തണ വരെയുള്ള കോസ്റ്റ് നമ്മളങ്ങ് ഡിഫൈൻ ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഷീറ്റ് നമ്മൾ ഉണ്ടാക്കുന്നു. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ബേസിലായിരിക്കും നമ്മുടെ വർക്കിങ്സ് എല്ലാം പോകുന്നത്. നൗ കംസ് ഈ സ്റ്റാൻഡേർഡ് ആക്ച്വൽ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ എന്തെല്ലാം വേരിയൻസ് ഉണ്ട്, അതാണ് നമ്മുടെ ട്രംപ് കാർഡ്. അവിടെയാണ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ടത്. കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചെയ്യാൻ പറ്റില്ല. അത് പ്രൊഡക്ഷൻ, അക്കൗണ്ട്സ്, പ്രൊക്യൂർമെൻറ്റ്, പർച്ചേസ്, ഇങ്ങനെ കുറേ സബ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സപ്പോർട്ട് കൂടി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. ഇതായിരിക്കണം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വില ആസ് പെർ ദി റെസിപ്പി അല്ലെങ്കിൽ ആസ് പെർ ദി ബിൽ ഓഫ് മെറ്റീരിയൽ. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. അപ്പോൾ എന്ത് വേരിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ വേരിയൻസ് അനലൈസ് ചെയ്തിട്ട്
ആഴത്തിൽ അനലൈസ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഈ മാറ്റം വരണു, ആ മാറ്റം നമ്മൾ കൺട്രോൾ ചെയ്ത് വരുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സിലേക്ക് എത്തുന്നത്. പിന്നെ രണ്ടാമത് ഇന്നോവേറ്റീവ് ഐഡിയാസ്, ഇന്നോവേഷൻസ്, പുതിയ പുതിയ പ്ലാൻസ്, ഐഡിയാസ്. നമുക്കറിയാം പല സ്ഥലങ്ങളിലും മറ്റേ റോബോട്ടിക് ഇത് വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട്, ഓട്ടോമൈസ് ചെയ്യുന്നുണ്ട്, ഡാർക്ക് ഫാക്ടറീസ് വരുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും. അതിൽ നമുക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇതാണ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു ഉത്തരവാദിത്വം. ഇനി ഇത് ചെയ്യുമ്പോൾ ഞാൻ ആ ജേർണിയിലൂടെ കൊണ്ടുവരാം. നമുക്കിതൊക്കെ പ്രോഫിറ്റ് സെൻറ്റേഴ്സായിട്ട് ഡിഫൈൻ ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ സൈക്കിളാണെങ്കിൽ നമുക്കറിയാം, ആ മെറ്റീരിയൽ നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നു, അതിന് പ്രോപ്പർ പ്രൊസീജിയേഴ്സ് വേണം, പ്രോപ്പർ വെൻഡേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, പ്രോപ്പറായിട്ട് ABC അനാലിസിസ് നടത്തിയിട്ട് വെൻഡേഴ്സിൻ്റെ സപ്ലൈസ് നോക്കണം. അതിനൊരു പ്രൊസീജിയർ തന്നെയുണ്ട് പ്രൊക്യൂർമെൻറ്റ്. നെക്സ്റ്റ് കംസ് ദ സ്റ്റോറേജ് പാർട്ട്. നമ്മൾ ആ പ്രൊക്യൂർ ചെയ്ത മെറ്റീരിയൽസ്, ക്വാളിറ്റി മെറ്റീരിയൽസ് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു. ഈ സ്റ്റോർ ചെയ്ത മെറ്റീരിയൽസിൻ്റെ അതിൻ്റെ കൺട്രോള്, അതിൻ്റെ പിന്നെ വെബ്സൈറ്റ്, അതിൻ്റെ വാലിഡിറ്റി, അതിൻ്റെ ക്വാളിറ്റി, ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ ചെയ്യുന്നു. ദെൻ കംസ് ദി ഇഷ്യൂ. നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്യുന്നു. ഈ പ്രൊഡക്ഷൻ നടത്തുന്നു, പ്രോഡക്റ്റ് പുറത്തു വരുന്നു. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഇതാണ് നമ്മുടെ ഫ്യൂവൽ, ഇലക്ട്രിസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ആ ഷിഫ്റ്റ് ചേഞ്ച്. അവിടെയൊക്കെ ഇന്നോവേഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂടും. അപ്പോൾ അതിൻ്റെ അതൊരു പ്രധാന കാര്യമാണ് മെഷീൻ്റെ കപ്പാസിറ്റി. നമ്മൾ പലപ്പോഴും കാണുന്ന ഇതെല്ലാം കൂടെ കൂടിയാലാണ് നമുക്കൊരു പ്രൊഡക്റ്റ് വരുള്ളൂ. ഒരു മിഷൻ മാത്രം ഭയങ്കര കപ്പാസിറ്റി ഉള്ള വയ്ക്കുന്നു, വേറെ ഒരു മിഷൻ കപ്പാസിറ്റി കുറഞ്ഞ് വയ്ക്കുന്നു. അൾട്ടിമേറ്റ്ലി ആ രണ്ട് മിഷൻ്റെയും കപ്പാസിറ്റി, പ്രൊഡക്ടിവിറ്റി ഒരുപോലെ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നിയാലും ഇതൊക്കെ വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, അത് പാക്ക് ചെയ്യുന്നു, പാക്കിംഗ് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് അത് ആഡ് ചെയ്യുന്നു, പിന്നെ അത് വീണ്ടും നമ്മുടെ സ്റ്റോഴ്സിൽ സ്റ്റോർ ചെയ്യുന്നു, നമ്മുടെ പിന്നെ ഒരു ഡെസ്പാച്ചിനുള്ള സ്റ്റോഴ്സിൽ. അത് പിന്നെ റീറ്റെയിലറുടെ അടുത്തോ ഹോൾസെയിലറുടെ അടുത്ത് എത്തുന്നു, അല്ലെങ്കിൽ കസ്റ്റമറുടെ അടുത്ത് എത്തുന്നു. ആ കസ്റ്റമറുടെ അടുത്ത് നിന്ന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടി സൈക്കിൾ വരുമ്പോഴാണ് നമ്മുടെ ഫുൾ സൈക്കിൾ എത്തുന്നത്. ഇത് ഓരോന്നും ഒരു പ്രോഫിറ്റ് സെൻ്ററായിട്ട് ഡിഫൈൻ ചെയ്ത് ഇവിടെ ഓരോ സ്ഥലത്തും കോസ്റ്റ് കണക്കാക്കി ആ കോസ്റ്റ് ഒരേ സെൻറ്ററിലും എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു ഇത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ സെയിൽസ് റിട്ടേൺസ് വരാം, അതെങ്ങനെ കൺട്രോൾ ചെയ്യാം. നമ്മളിപ്പോൾ തിരിച്ചു വന്നെ സെയിൽസിൻ്റെ റിട്ടേൺസ് വരുമ്പോൾ നമ്മുടെ കോസ്റ്റ് നാച്ചുറലി വിറ്റതിൻ്റെ അകത്ത് കൂടും. ഇതെല്ലാം പിന്നെ എൻ്റെ ലോജിസ്റ്റിക്സ് കോസ്റ്റ്, അത് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാം, പിന്നെ പാക്കിംഗ് മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം. ഇതെല്ലാം ഈ സൈക്കിളിലെല്ലാം കൂടി കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അവർ പ്രൊഡക്ഷനും R&D ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ്. പ്ലസ് സെയിൽസ്, ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ, മാർക്കറ്റിൻ്റെ റിസർച്ച്, ഈ ഒരു കോർഡിനേഷൻ, ഈ ഒരു ടീം വർക്ക്, ഈ ഒരു സ്കെയിലിലുള്ള ഒരു അലൈൻമെൻറ്റാണ് ഒരു ഓർഗനൈസേഷന് മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും, എത്ര ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അതിനൊരു കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റോ ഒരു കോസ്റ്റിംഗ് റെസ്പോൺസിബിൾ പേഴ്സണോ വയ്ക്കുക. അക്കൗണ്ട്സുമായിട്ടുള്ള കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കൂടി അലൈൻ ചെയ്താൽ നമ്മളൊരു സേഫ്, പ്രൊഫഷണലി റൺ, ഗ്രോത്ത് ഓറിയൻറ്റഡ് കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസസ് ആയിട്ട് വളർത്താൻ പറ്റും.